ഹലോ എവ്രി വൺ. അപ്പം ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ ഒരു കല്യാണത്തിന് പോകണം. ഒന്നല്ല, രണ്ട് കല്യാണം. ഒരു മലയാളം കല്യാണം, ഒരു തമിഴ് സൈഡിലുള്ള കല്യാണം. അപ്പോൾ നമുക്കിന്ന് കല്യാണ വിശേഷങ്ങൾ കണ്ടാലോ. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ പപ്പയും അമ്മയും നമ്മളെല്ലാവരും കൂടിയാണ് ഇന്ന് കല്യാണത്തിന് പോകുന്നത്. ഇത് ഒരു കല്യാണം എന്ന് പറയുന്നത് നമ്മുടെ പള്ളിയിലുള്ള ഒരു ആൻറ്റിയുടെ മോൻ്റെ കല്യാണം, പിന്നെ ഒന്ന് പപ്പയുടെ ഫ്രണ്ടിൻ്റെ മോളുടെ കല്യാണം. അങ്ങനെ നമ്മൾ രണ്ട് കല്യാണത്തിലേക്കാണ് പോകുന്നത്. ആദ്യം പോകുന്നത് നമ്മൾ പള്ളിയിലുള്ള ആൻറ്റിയുടെ മോൻ്റെ കല്യാണമാണ്. അത് മലയാളം സ്റ്റൈലാണ്, മലയാളികളാണ്. അടുത്തത് പപ്പയുടെ ഫ്രണ്ടിൻ്റെ മോളുടെ കല്യാണം എന്ന് പറയുന്നത് തമിഴ് സ്റ്റൈലിൽ, തമിഴ്നാട്ടിൽ വെച്ചിട്ടാണ് കല്യാണം. അപ്പോൾ നമ്മൾ ബോർഡർ ആണ്. ഇതാണ് കണ്ടോ, ആ സൈഡിൽ കാണുന്നത് നമ്മുടെ സഹ്യപർവ്വതമാണ്. പക്ഷേ ഒട്ടും കാണാൻ പറ്റാത്ത രീതിയിൽ മഞ്ഞ് മൂടിയിരിക്കുകയാണ്. ഈ സൈഡ് നമ്മുടെ വാളയാറിലേക്ക് പോകുന്ന വഴി എന്ന് പറഞ്ഞാൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സൈറ്റാണ് ഈ കാണുന്നത്. പക്ഷേ മഞ്ഞ് മൂടി കിടക്കുന്നത് കൊണ്ട് അതൊന്നും കാണാൻ പറ്റുന്നില്ല. മഴ പെയ്ത് കിടക്കുന്ന സമയത്തൊക്കെ എന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോൾ ചെറിയ 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 വെള്ളം പോകുന്നതൊക്കെ ചെറിയ തോതിൽ കാണാൻ പറ്റും. അപ്പോൾ ആദ്യത്തെ കല്യാണം നടക്കുന്നത് ഇവിടെയാണ്, സൂര്യസ്വാഗത്. ആദ്യമേ നോക്കുമ്പോൾ ബാറാണ് കാണുന്നത്, അതുകൊണ്ട് ഞാൻ വീഡിയോ കട്ട് ചെയ്തു. അപ്പോൾ നമ്മൾ ഇനി കല്യാണ ചെറുക്കൻ്റെ അടുത്തേക്ക് ഒക്കെ പോവുകയാണ്. അവിടെ ചെന്നപ്പോൾ തന്നെ വെൽക്കം ഡ്രിങ്ക് ഉണ്ടായിരുന്നു. നമ്മളാരും കുടിച്ചില്ല. ചോട്ടുവിന് നല്ല ദാഹം ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു. ചോട്ടു മാത്രമേ കുടിച്ചുള്ളൂ. അവിടെ 3 ഫ്ലേവർ ഉണ്ടായിരുന്നു. ചോട്ടിന് വാട്ടർമെലനാണ് ഇഷ്ടം, അപ്പോൾ അതെടുത്ത് കൊടുത്തു. അപ്പോൾ ഇതാണ് പെണ്ണും ചെറുക്കനും. പുള്ളിക്കാരൻ കോളേജിൽ എൻ്റെ ജൂനിയറായിരുന്നു. പിന്നെ അവിടെ ചെന്നപ്പോൾ തന്നെ നമ്മുടെ പപ്പയുടെ ഫ്രണ്ട് ഫാമിലിയൊക്കെ ഉണ്ടായിരുന്നു. അവർ നമ്മുടെ തിരുവനന്തപുരംകാർ തന്നെയാണ്. അപ്പം നമ്മൾ പപ്പയും അമ്മയൊക്കെ അവിടെ ഭയങ്കര ബിസി ആയിരുന്നു. അവരവിടെ ഭയങ്കര കഥ പറച്ചിലായിരുന്നു. ഞാനും വീട്ടവും പാവം ഞങ്ങളിവിടെ ഇങ്ങനെ പോസ്റ്റ് അടിച്ച് ഇങ്ങനെ ഇരിക്കുവാണ്. അവരെന്തുവാണ് ഇത്ര കാര്യമായിട്ട് പറയുന്നതെന്നൊന്നും അറിയില്ല. ചോട്ടുവാണെങ്കിൽ അപ്പൂൻ്റെ തോളത്ത് കയറിയിരിക്കാൻ വേണ്ടിയിട്ട് ചോട്ടും അങ്ങനെ ഇരിക്കാൻ, ഞാനും വീട്ടും അങ്ങനെ ചൊറിയും കുത്തി ഇങ്ങനെ ചുമ്മാ വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ ഇരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ ഫുഡ് കഴിക്കാനായിട്ട് ആൻറ്റി ഒത്തിരി നിർബന്ധിച്ചത് കൊണ്ട് മാത്രം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയി. ആൻറ്റിയുടെ നിർബന്ധം കൊണ്ട് ഒരിച്ചിരി മാത്രം കഴിച്ചു. അവിടെ നല്ല പൊറോട്ടയും ഉണ്ടായിരുന്നു, ബിരിയാണിയൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ കുറച്ച് എടുത്ത് കഴിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ നേരെ നമ്മൾ തമിഴ്നാട്ടിലേക്ക് കല്യാണത്തിന് എത്തിയേക്കുവാണ്. അവിടെ വന്നപ്പോഴാണ് നമുക്ക് ശരിക്കും നമ്മൾ റിലേറ്റീവിൻ്റെ വീട്ടിൽ കല്യാണത്തിന് വന്ന പോലെ ഒരു ഫീല് തോന്നിയത്. സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന കുറേ ആൾക്കാരുടെ ഇടയിലേക്കാണ് ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത്. ഇവിടെ വന്നപ്പോഴാണ് പപ്പയ്ക്ക് ഭയങ്കര സന്തോഷമായത്. എല്ലാം പപ്പയുടെ ആൾക്കാരാണ്. പപ്പയുടെ ചെറുപ്രായത്തിൽ വന്നതാണ് ഈ വാളയാർ എന്ന് പറയുന്ന ഈ നാട്ടിലേക്ക്. അന്ന് മുതൽ പപ്പയുടെ കൂടെ നിന്നത്, പപ്പയുടെ റിലേറ്റീവ്സിനേക്കാളും കൂടെ നിന്നത് പപ്പയുടെ ഈ കൂട്ടുകാരാണ്. അന്ന് മുതൽ പപ്പ കൊണ്ട് നടക്കുന്ന പപ്പയുടെ കുറേ ഫ്രണ്ട്സ് ഇവിടെ ഉണ്ട്. അവരെയൊക്കെ കണ്ടതിൻ്റെ സന്തോഷത്തിലൊക്കെയാണ് പപ്പ ഇപ്പോൾ. ഈ കാണുന്നവരാരും പപ്പയുടെ ഫ്രണ്ട്സും അല്ല, റിലേറ്റീവ്സും അല്ല. പപ്പ ഇവിടെ വന്ന് അവരുടെ എല്ലാം ഒരു ഫാമിലി മെമ്പറിനെ പോലെ ആയി മാറുകയായിരുന്നു. പപ്പയെപ്പോലെ ഇതുപോലെ ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് പോകാനൊന്നും എനിക്കിതുവരെ കഴിഞ്ഞിട്ടില്ല. എനിക്ക് പറയാവുന്നത്ര ഫ്രണ്ട്സും ഇല്ല. എല്ലാം കയ്യിൽ എണ്ണാവുന്ന ഒരു 5-6 ഫ്രണ്ട്സാണ്. പക്ഷേ പപ്പയുടെ ഈ ഫ്രണ്ട്ഷിപ്പ് മെയിൻ്റെനൻസ് ഒന്നും, എങ്ങനെ ഇതൊക്കെ പപ്പ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നു, എല്ലാവരെയും സ്വന്തം വീട്ടിലെ ആൾക്കാരെ പോലെ കണ്ട് എങ്ങനെ ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നു എനിക്കിപ്പോഴും അറിയത്തില്ല. അങ്ങനെ കുറേ നേരം അവിടെയൊക്കെ സ്പെൻഡ് ചെയ്തു. ചോട്ടും അവിടെ കുറേ നേരം കളിച്ചൊക്കെ നടന്നു. അങ്ങനെ കുറേ നേരം അവിടെയൊക്കെ അറിയാവുന്ന ആൾക്കാരുമായിട്ടൊക്കെ നമ്മളങ്ങനെ സംസാരിക്കുകയൊക്കെ ചെയ്തു. ഇനിയാണ് നമ്മൾ അടുത്ത പാർട്ടിലേക്ക് പോകുന്നത്, ഫുഡ്. എന്നെ എപ്പോഴും കളിയാക്കുന്ന കുറേ ആൾക്കാരുണ്ട്, ഞാൻ പാണ്ടിയാണ്. ശരിയാണ്, ഞാൻ പാണ്ടിയാണ്, ഞാൻ സമ്മതിച്ച് തരുന്നു. കാരണം ഞാൻ വളർന്നത് അവരുടെ കൂടെയാണ്. എനിക്ക് അവരെ ഒത്തിരി ഇഷ്ടവുമാണ്. അവരുടെ ഫുഡ് എനിക്ക് മറക്കാൻ പറ്റില്ല. കാരണം അത്രയും ടേസ്റ്റി ഫുഡ് ഞാൻ കഴിച്ചിട്ടുള്ളത് അവരുടെ കയ്യിൽ നിന്ന് തന്നെയാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള കുറേ ഐറ്റംസ് ഉണ്ട് അവരുടെ ബിരിയാണി. പക്ഷേ ഇന്നിവിടെ നമ്മൾ കഴിക്കുന്നത് വെജിറ്റേറിയൻ ഫുഡായിരുന്നു. അതിനകത്ത് വെറൈറ്റി ആയിട്ടുള്ള ദോശയും ഇഡലിയും പിന്നെ സേവ, അതിൻ്റെയൊക്കെ കറികളുണ്ടായിരുന്നു. പൊറോട്ടയും അതിൻ്റെ ഒപ്പം നല്ല അടിപൊളി പനീർ കറി ഉണ്ടായിരുന്നു. അതുപോലെ മഷ്റൂം ബിരിയാണി ഉണ്ടായിരുന്നു. പിന്നെ ഡെസേർട്ടായിട്ട് മില്ലറ്റിൻ്റെ ഡെസേർട്ട് ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു അടിപൊളി സദ്യ തന്നെയായിരുന്നു ഇന്ന് വൈകിട്ടത്തെ റിസപ്ഷനിൽ ഞങ്ങൾക്ക് കിട്ടിയത്. ചോട്ടുവും മീട്ടും ആദ്യമായിട്ടാണ് ഇതുപോലൊരു ഫംഗ്ഷന് വരുന്നതും ഇങ്ങനൊരു ഫുഡ് കഴിക്കുന്നതും.
മീറ്റുവിനോട് ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം മേടിച്ചാൽ മതി, അത് പക്ഷേ വാങ്ങിച്ചത് ഫുള്ള് കഴിക്കണമെന്ന്. അങ്ങനെ പാവം മീറ്റു ഇലയിലുണ്ടായിരുന്നതെല്ലാം കഴിച്ചു തീർത്ത് അവസാനം എനിക്ക് മതി, എനിക്ക് നടക്കാൻ വയ്യ എന്നൊരു പരുവം വരെ എത്തിയായിരുന്നു. അങ്ങനെ നല്ല അടിപൊളി സദ്യയും അത് കഴിഞ്ഞിട്ടൊരു ഐസ്ക്രീം എല്ലാം കഴിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ച് നേരെ വീട്ടിലേക്ക് പോവുകയാണ് ചെയ്തത്. അപ്പം വളരെ അടിപൊളിയായിട്ടൊരു ദിവസമായിരുന്നു ഇന്ന്. ഞങ്ങൾ കേരളത്തിലും ഒരു കല്യാണം ആഘോഷിച്ചു, അത് കഴിഞ്ഞ് നേരെ തമിഴ്നാട്ടിലും പോയി ഒരു കല്യാണത്തിന് പങ്കെടുത്തു. അപ്പോൾ ഇന്നത്തെ ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇതുവരെ ക്ഷമയോടെ കണ്ടിരുന്ന എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.